പ്രജിത്ത്, പൊന്നും വില മതിക്കുന്ന 30,000-ൽ അധികം ഏക്കർ ഭൂമി, ക്ഷേത്രങ്ങളുടെ അമൂല്യമായ ഭൂമി അന്യാധീനപ്പെട്ടിട്ടും തിരിച്ചു പിടിക്കാൻ യാതൊരു ഇടപെടലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. നമുക്ക് ഒരു സെൻറ്റിന് ശരാശരി ഒരു 50,000 രൂപ മാത്രം അടിസ്ഥാന വില കണക്കാക്കിയാൽ 15,000 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ദേവസ്വം ബോർഡിന് ഉണ്ടാകുന്നത്. മാത്രമല്ല പ്രജിത്ത്, ഇത് 30,000 ഏക്കറാണെന്ന് ഞാൻ കരുതുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം അല്ലേ, ഏറ്റവും ചുരുങ്ങിയത് ഭൂമി എങ്കിലും അന്യാധീനപ്പെട്ട് നമുക്ക് ഈ ഇതിന്റെ ഒരു ചരിത്രം നോക്കേണ്ടതുണ്ട്. കാരണം ഈ ദേവസ്വം ഭൂമി എങ്ങനെയാണ് സർക്കാരിന്റെ കയ്യിലെത്തുന്നത്, വിവിധ ആളുകളിലേക്ക് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേവസ്വം ഭൂമിക്കൊള്ള നടത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയല്ല, അത് ഈ കേരളം ഭരിച്ചിരുന്ന സർക്കാരുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കതിൻ്റെ ഒരു ചരിത്രം നോക്കാം. 1811 വരെ ഈ ദേവസ്വം ഭൂമിക്കൊരു കേന്ദ്രീകൃതമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നില്ല. 1811 വരെയുള്ള കാലഘട്ടത്തിൽ അന്നത്തെ കരനാഥന്മാർ, നാട്ടുപ്രമാണികൾ, ഇവരൊക്കെയായിരുന്നു ദേവസ്വം ഭൂമികൾ കൈവശം വെച്ചിരുന്നത്. ഈ ദേവസ്വം ഭൂമികൾ കൈവശം വെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നു. അന്ന് കേരളത്തിലുണ്ടായിരുന്ന ഭൂമിയുടെ ഏതാണ്ട് 80% ദേവസ്വം ഭൂമികളായിരുന്നു. പിന്നീട് രാജാവ്, ഇത് ഞാൻ ഈ പറയുന്ന ഒരു തിരുവിതാംകൂറിൻ്റെ ഒരു പശ്ചാത്തലം വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. 1811 ഈ ക്ഷേത്ര ഭൂമികൾ രാജാവ് അങ്ങ് ഏറ്റെടുക്കുകയാണ്. അന്നത്തെ രാജാവ് ഇത് ഏറ്റെടുത്തിട്ട് ദേവസ്വം റവന്യൂ വകുപ്പ് ഉണ്ടാക്കുന്നു. അങ്ങനെ ദേവസ്വം റവന്യൂ വകുപ്പ് ഉണ്ടാക്കുന്നു. അതങ്ങനെ തുടരുന്നു. അതുവരെ കരുനാഥന്മാരിലിരുന്ന ഭൂമി മുഴുവൻ ഈ വകുപ്പിന് കീഴിലേക്ക് വരുന്നു. ഇത് ഓരോന്നും കൃത്യമായി രേഖപ്പെടുത്തി അളന്ന് തിട്ടപ്പെടുത്തി ഭൂമിക്കൊരു സംരക്ഷണം ഉണ്ടാക്കുന്നു. 1922 ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ റവന്യൂ വകുപ്പിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ നിയമിക്കാൻ തുടങ്ങി. അപ്പോൾ ദേവസ്വം ഭൂമികൾ എങ്ങനെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കൈകാര്യം ചെയ്യും എന്നുള്ള ചോദ്യങ്ങൾ, വിശ്വാസപരമായ പ്രശ്നങ്ങളൊക്കെ അവിടെ വരികയും ഇതൊരു കോടതിയിൽ പോകുന്ന സാഹചര്യമുണ്ടായി. അന്ന് 1922 അന്നത്തെ ജസ്റ്റിസ് ഒരു രാമചന്ദ്ര റാവു എന്ന് മറ്റുമാണ്, അദ്ദേഹമാണ് റവന്യൂ വകുപ്പിനെയും ദേവസ്വം വകുപ്പിനെയും വേർതിരിക്കാനുള്ളൊരു ഉത്തരവിടുന്നത്. അങ്ങനെ 1922 ഈ ഭൂമിയുടെ ഏതാണ്ട് 80% ഭൂമിയും റവന്യൂ വകുപ്പിലേക്ക് പോകുകയും ബാക്കി ക്ഷേത്രാവശ്യങ്ങൾക്കുള്ളത് എന്ന് പറയുന്ന തുച്ഛമായ ഭൂമി 20% താഴെ വരുന്ന ഭൂമി മാത്രം നിർത്തുകയും ഈ ദേവസ്വങ്ങളുടെ കയ്യിൽ നിലനിർത്തുകയും ചെയ്തു, ദേവസ്വം വകുപ്പിൽ നിലനിർത്തുകയും ചെയ്തു. അതിന് ഈ ഏറ്റെടുത്ത ഭൂമിക്ക് പകരമായി അന്ന് ഈ പറയുന്ന കാലത്തിന് 1922 16,000 പറ നെല്ലും 50,000 രൂപയും കോമ്പൻസേഷൻ കൊടുത്തിട്ടാണ് കേരളത്തിലെ 80% ഭൂമിയും ഉണ്ടായിരുന്ന ദേവസ്വം വകുപ്പിലെ ഭൂമികൾ മുഴുവൻ റവന്യൂ വകുപ്പിലേക്ക് മാറ്റുന്നത്. ആ കോമ്പൻസേഷൻ പിന്നീട് കൊടുത്ത് തുടങ്ങുന്നതുകൊണ്ട് പിന്നീട് രാജഭരണം മാറി ഇവിടെ സ്വതന്ത്ര ഭാരതം നിലവിൽ വരുന്നു. അങ്ങനെ കവനന്റ് വരുന്നു, ഭൂമി സംരക്ഷണത്തിനുള്ള നിയമങ്ങൾ വരുന്നു, ലാൻഡ് കൺസർവേഷൻ ആക്ട് വരുന്നു. പിന്നീട് 1950 ഹിന്ദു റിലീജിയസ് ആക്ട് വരുന്നു. ഈ ഹിന്ദു റിലീജിയസ് ആക്ടിൻ്റെ സെക്ഷൻ 27, 50, 51 പ്രകാരം ലാൻഡ് കൺസർവേഷൻ ആക്ടിൻ്റെ അതേ സംരക്ഷണം, സർക്കാർ ഭൂമികൾ എങ്ങനെയാണോ സംരക്ഷിക്കപ്പെടേണ്ടത് അതേ സംരക്ഷണം എന്തിനുമുണ്ട്, ദേവസ്വം ഭൂമിക്കുമുണ്ട്. ഈ നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവുണ്ട്. 1974 ക്ഷേത്ര വസ്തുക്കൾ പതിച്ചു കൊടുക്കരുത് ആർക്കും എന്നുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രഭൂമികൾ എന്ന് പറയുന്നത് ക്ഷേത്ര പണ്ടാരവക, ദേവസ്വം വക, ദേവസ്വം പുറമ്പോക്ക്, സർക്കാർ ക്ഷേത്രം എന്നിങ്ങനെ വിവിധ പേരുകളിലായിരുന്നു അന്ന് ഈ ഭൂമികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് സർക്കാർ റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമിയുടെ ബാക്കിയുള്ള തുച്ഛമായ ഭൂമി മാത്രം, കയ്യേറ്റങ്ങൾക്കും ഒക്കെ ശേഷമുള്ള തുച്ഛമായ ഭൂമി മാത്രമാണ് അന്നും ദേവസ്വം ബോർഡുകളുടെ കയ്യിലുള്ളത്. അങ്ങനെ ആകുമ്പോൾ ആത്യന്തികമായി സർക്കാരിന് പറയാലോ ഇതൊക്കെ ഞങ്ങളുടെ ഭൂമിയാണ്. ഒരിക്കലും പറയാൻ കഴിയില്ല. HR ആക്ട് പ്രകാരം സംരക്ഷണം കൃത്യമായി പറയുന്നുണ്ട്. HR ആക്ടിൽ കൃത്യമായി ഇതെല്ലാം ദേവന്റെ ഭൂമിയാണെന്നും ഈ സ്വത്തുക്കൾക്ക് ഒരു സർക്കാർ ഭൂമിക്ക് കിട്ടുന്ന തരത്തിലുള്ള സംരക്ഷണം കിട്ടണമെന്നും HR ആക്ടിൽ 1950 HR ആക്ടിൽ പറയുന്നുണ്ട് കൃത്യമായി. അപ്പോൾ ഒരിക്കലും ആ ഭൂമി കൈമാറ്റം ചെയ്യാനോ മറ്റൊരാൾക്കാർക്ക് പതിച്ചു കൊടുക്കാനോ അങ്ങനെയുള്ള യാതൊരു ക്രയവിക്രയങ്ങൾക്കും സാധിക്കില്ല. കാരണം ഭൂസംരക്ഷണ നിയമപ്രകാരം അതേ പരിവേഷം കിട്ടുകയാണ്. എന്ന് വെച്ചാൽ അധികാരമല്ല, സർക്കാരിന് അധികാരമല്ല കൊടുക്കുന്നത്, ഈ ഭൂമിക്ക് കിട്ടേണ്ട കവചമാണ് പറയുന്നത്. പിന്നീട് ഇത് ഇങ്ങനെ ഈ ഭൂമി ഇങ്ങനെ സംഘടിതമായിട്ടുള്ള നീക്കമായിരുന്നു, ഏറെക്കുറെ സംഘടിതമായിട്ടുള്ള നീക്കമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സർക്കാരുകൾ നടത്തിയിട്ടുള്ള തട്ടിപ്പാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് റീസർവേകൾ വരികയാണ്. അപ്പോൾ ഈ റീസർവേ കാലത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ദേവസ്വം വക, പുറമ്പോക്ക്, സർക്കാർ ക്ഷേത്രം എന്നൊക്കെയുള്ള ഭൂമികളുണ്ടല്ലോ, ഇതിലെ ക്ഷേത്രം അങ്ങ് വെട്ടും. സർക്കാർ ക്ഷേത്രം എന്ന ഭൂമിയിലെ ക്ഷേത്രം അങ്ങ് വെട്ടും, സർക്കാർ ഭൂമി. അതുപോലെ ദേവസ്വം പുറമ്പോക്ക് എന്ന് പറയുന്നതിലെ ഈ ദേവസ്വം അങ്ങ് വെട്ടും, പുറമ്പോക്ക്. അങ്ങനെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ദേവസ്വം ഭൂമികളും ദേവസ്വം പുറമ്പോക്ക് ഭൂമികളും എല്ലാം എന്തായി, ഇതിൻ്റെ മുഴുവൻ അനുഭവ അധികാര ചുമതലകളും എല്ലാം 1950 നിയമപ്രകാരം ദേവസ്വത്തിനാണ്, ക്ഷേത്രത്തിനാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനാണെന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഇതുണ്ടാകുന്നത്. അങ്ങനെ ഈ സമയത്ത് അന്നത്തെ കാലമാണ് കേട്ടോ, ഞാൻ ഈ പറഞ്ഞ റീസർവേകളുടെ ആദ്യത്തെ കാലത്താണ്. അന്നൊരു ഒബ്ജക്ഷൻ നോട്ട് സർക്കാർ കൊടുത്തിരുന്നു. അന്നത്തെ ഒരു സർക്കാർ, ഏതോ ഒരു സർക്കാർ ഒരു ഒബ്ജക്ഷൻ നോട്ട് കൊടുക്കുകയും ദേവസ്വങ്ങളോട് പറഞ്ഞു ഈ ഭൂമികൾക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഇതിന് മറുപടികൾ നൽകണമെന്ന്. ഒരാളും കൊടുത്തില്ല.
ഒരാൾ ഒരു ഒബ്ജക്ഷനും പറഞ്ഞില്ല. അന്നത്തെ ദേവസ്വം വകുപ്പിൻ്റെ ആളുകളൊക്കെ അവിടെ ഇരുന്നു. പിന്നീട് ചില ഭൂമികൾക്കൊക്കെ പിന്നീട് ഇങ്ങോട്ട് വന്ന ചില ഉദ്യോഗസ്ഥരൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊപ്പമാണ് ഈ 1970 ക്ഷേത്ര വസ്തുക്കൾ പതിച്ചു കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ കാലാകാലങ്ങളിലായി 1,00,000 ഏക്കറിൽ പുറത്ത് ഭൂമിയെങ്കിലും, ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ പരിമിതമായ അറിവുകൊണ്ടാണ്. 1,00,000 ഏക്കർ, കുറഞ്ഞത് 1,00,000 ഏക്കർ ഭൂമിയെങ്കിലും ദേവസ്വം ഭൂമികൾ, ദേവസ്വം പുറമ്പോക്കുകൾ സർക്കാരിൻ്റെതായി മാറി. ഏത് ഭൂമി? 1950 ഏക്കർ ഭൂമി മാത്രമേ ഉള്ളൂ. അല്ല, അത് കള്ളമാണ്. അപ്പോൾ സർക്കാർ കൈയടിക്കുന്ന ഭൂമി സർക്കാർ അതിൽ പറയുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നിയമപ്രകാരം സംരക്ഷണമുള്ള ഭൂമി എന്ത് ചെയ്തു? കേരളത്തിലെ സർക്കാരുകൾ തന്നെ കൊള്ള ചെയ്തു എന്നുള്ളതാണ്. ഇനി ഈ സർക്കാരുകൾ ഈ കൊള്ള ചെയ്തതിന് എങ്ങനെയാണ് ഇതിനൊരു ആസൂത്രിത സ്വഭാവം ഉണ്ടാകുന്നത് എന്നുള്ളതിന് ഞാൻ 2023 ഒരു ഉത്തരവ് വായിക്കാം. 2023 ഒരു ഉത്തരവിൽ പറയുന്നത്, ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ ഈ ഭൂമി നൽകിയിരിക്കുന്നത് ഏതർ ബൈ മഹാരാജ ഓർ ബൈ ഇലക്ടഡ് ഗവൺമെന്റ്. ഒന്നെങ്കിൽ മഹാരാജാവ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ് ഈ ക്ഷേത്രങ്ങൾക്ക് ഭൂമി നൽകിയിരിക്കുന്നത്. 1811 രാജാവ് ഏറ്റെടുത്ത ഭൂമിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. രാജാവ് ഏറ്റെടുത്ത ഭൂമി രാജാവ് അങ്ങോട്ട് കൊടുത്തേക്കുന്നതാണെന്നാണ് ഈ പറയുന്ന 2023 ഉത്തരവിൽ പറയുന്നത്. അതുകൊണ്ട് ഈ ദേവസ്വം ഈ ഭൂമികളെല്ലാം എന്താണ്? ഇത് സർക്കാരിൻ്റെ ഭൂമിയാണ്. അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് സർക്കാർ കൊടുത്തിരിക്കുന്ന ഭൂമിയാണ്. അത് രാജാവായാലും ശരി, സർക്കാരാണെങ്കിലും ശരി. അപ്പോൾ അവർ വീണ്ടും ഇതിന്റെ ഒരു അവകാശവാദം സംരക്ഷണമില്ല, ഉറച്ചു നിൽക്കാനല്ലേ. അല്ല, ഇത് നിയമവിരുദ്ധമായ ഉത്തരവാണ്. ഇങ്ങനെ ഒരു ഉത്തരവിറക്കാൻ കേരളത്തിലേക്കല്ല ഭാരത സർക്കാരിന് പോലും അധികാരമാണെന്ന് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആര് പ്രൂവ് ചെയ്യും? ഇവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇതിന് പ്രൂവ് ചെയ്യേണ്ട ആളുകളെ പറ്റി നമുക്കത് പിന്നീട് വരാം എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത റൗണ്ടിലേക്ക് ഞാൻ വരാം. എന്തായാലും ഇപ്പോൾ പറയുന്നത് സംഘടിതമായ ഭൂമിക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് കേരളത്തിലെ സർക്കാരാണ്. കേരളത്തിലെ ദേവസ്വം ഭൂമികളുടെ ബഹുഭൂരിപക്ഷവും ഏറ്റവും കുറഞ്ഞത് 1,00,000 ഏക്കറെങ്കിലും സർക്കാർ ഭൂമികളിലായി വിവിധ സമയങ്ങളിൽ ആസൂത്രിതമായി തന്നെ മാറ്റിയിട്ടുണ്ട്.